ഇന്നൊരു നാരങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 നാരങ്ങ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 10 ഡേറ്റ്സ് കുരുകളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തത്, 2 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം, അതൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാകമായി കഴിഞ്ഞാൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉലുവ പൊടിച്ചത് കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കുക. കായം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഡേറ്റ്സ് അരച്ച് വെച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ നാരങ്ങയിൽ നിറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഉപ്പിടേണ്ടി വരില്ല. നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ഒരു അച്ചാറുണ്ട്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.